ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു അച്ചാറാണ്. ഇത് അരിനെല്ലിക്ക അച്ചാറാണ്. പിന്നെ ചിലയിടത്തൊക്കെ ചീമനെല്ലിക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത് അതിലെ വെള്ളം എല്ലാം മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഈ നെല്ലിക്ക ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ അച്ചാറിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 5 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇതേ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കൂടെ തന്നെ കറിവേപ്പില, ഉണക്കമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഒരുപാട് ഗോൾഡൻ കളർ പോലെ ഇഞ്ചി വെളുത്തുള്ളി മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മാത്രം മതി. ഇനി അതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ആ പച്ചമുളകിന്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അച്ചാറിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഈ പച്ചമുളകിനൊക്കെ നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ പൊടി നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നെല്ലിക്ക അച്ചാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അച്ചാറിന് ആവശ്യമുള്ള നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു അല്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് അച്ചാറിനൊരു കുറച്ച് ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിലേക്ക് കുറച്ച് 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിത് ഒട്ടും വെള്ളമായി ഒന്നും ഇല്ലാതെ വേണം നമ്മൾ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇതുവരെ വീഡിയോസൊക്കെ കണ്ട എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.